വന്യജീവി ആക്രമണത്തിലുണ്ടായ മരണങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും കണക്കുകൾ ശേഖരിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രേഖാമൂലമുള്ള മറുപടി നൽകുന്നത്. ഭദ്ര, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ വീഴ്ചയാണ്, ഈ കേന്ദ്രത്തിൻ്റെ നിയമമാണ് ഇതിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ആ കണക്കുകൾ പോലും കേന്ദ്രത്തിൻ്റെ കയ്യിലില്ല എന്നുള്ള മറുപടി വരുന്നത്, അല്ലേ? അതെ, മാത്രമല്ല നമുക്കറിയാം, റഹീം അടക്കം പാർലമെന്റിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോട് കത്തയച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു, ഈ പന്നികളെയൊക്കെ, കാട്ടുപന്നികളെയൊക്കെ ക്ഷുദ്രജീവികളാക്കി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യം. എങ്കിൽ മാത്രമേ അവിടെ ഒരു ഈ മൃഗങ്ങളുടെ ആക്രമണത്തിൽ ഒരു അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ആക്കാൻ പറ്റില്ല എന്ന് വനംവകുപ്പ് മന്ത്രി പറയുന്നു, കേന്ദ്ര വനംവകുപ്പ് മന്ത്രി പറയുന്നു. ഒപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ പന്നികളെ ക്ഷുദ്രജീവികളാക്കി മാറ്റുന്നത് ഉണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു ഇരട്ടത്താപ്പ് അവിടെ വ്യക്തമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയം ഇന്ന് പാർലമെന്റിലേക്ക് വന്നിരുന്നു. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ദേശീയപാത 66-ൽ 15 ഇടങ്ങളിൽ തകരാറുകൾ കണ്ടെത്തിയതായും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ മറുപടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വന്യജീവി ആക്രമണം മൂലം എത്ര പേർ മരിച്ചു, നാശനഷ്ടങ്ങളുടെ കണക്ക് എന്നിവയായിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി ചോദിച്ചത്. എന്നാൽ ഈ കണക്കുകൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ ശേഖരിക്കുന്നില്ലെന്നായിരുന്നു കേന്ദ്ര മന്ത്രി വർദ്ധൻ സിംഗിന്റെ രേഖാമൂലമുള്ള മറുപടി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിലുടനീളം ആനകളുടെ ആക്രമണത്തിൽ 2869 പേരും കടുവകളുടെ ആക്രമണത്തിൽ 378 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മറ്റ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ കൈവശമില്ലെന്ന് സർക്കാർ മറുപടി നൽകി. വന്യജീവികൾ മൂലമുണ്ടാകുന്ന വിളകളുടെ നഷ്ടവും ശേഖരിക്കുന്നില്ലെന്ന് മന്ത്രാലയം സമ്മതിച്ചു. കാട്ടുപന്നികളെയും ചില വർഗത്തിൽപ്പെട്ട കുരങ്ങുകളെയും 2020 മുതൽ വിവിധ കാലയളവിൽ ഉത്തരാഖണ്ഡ്, ബീഹാർ, ഹിമാചൽ സംസ്ഥാനങ്ങളിൽ സർക്കാരുകളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാത്തത് കേന്ദ്രത്തിൻ്റെ ഇരട്ട നീതിയാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ദേശീയപാത 66-ൽ 15 ഇടങ്ങളിൽ തകർച്ചയുണ്ടായതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രേഖാമൂലം അറിയിച്ചു. KC വേണുഗോപാൽ എംപിയുടെ ചോദ്യത്തിനായിരുന്നു മറുപടി. കൂരിയാട് ദേശീയപാത തകർച്ചയ്ക്ക് ശേഷം നിയോഗിച്ച ആദ്യ സമിതി സർക്കാർ നൽകിയ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. ഇത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം കരാറുകാരനാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി.